ഏപ്രിൽ 10-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ചെറുതായിട്ട് മനസ്സ് നിറഞ്ഞൊരു സെലിബ്രേഷനായിരുന്നു ഈ വർഷത്തേത്. ഹസ്ബൻഡ് ഒരു ഹണി കേക്കൊക്കെ ഇതുപോലൊക്കെ വാങ്ങിച്ചു. ഹാപ്പി ബർത്ത്ഡേ മമ്മി എന്നാണ് എഴുതിയിരിക്കുന്നത്. പിള്ളേർ പറഞ്ഞ പ്രകാരം അവരുടെ പേരിലാണ് ഈ ഒരു കേക്ക് എനിക്ക് സർപ്രൈസായിട്ട് വാങ്ങി തന്നത്. സാധാരണ ഈ കേക്ക് കട്ടിംഗ് ഒക്കെ പിള്ളേർക്കാണ് നല്ല ഹരമായിട്ടുള്ളത്. ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ കേക്ക് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ താനും. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ആ ഒരു കേക്ക്, ഞാനും ഹസ്ബൻഡും മാത്രമായിട്ടുള്ളൊരു കേക്ക് കട്ടിംഗ് ആയിരുന്നു ഈ ഒരു കാണുന്നത്. പിള്ളേരൊക്കെ ഉള്ളതാണ് നമുക്ക് സന്തോഷം. പക്ഷേ എന്ത് ചെയ്യാൻ, ഇപ്പോൾ ഇത് ഞങ്ങൾ രണ്ടും മാത്രമായിട്ടുള്ളൊരു കേക്ക് കട്ടിംഗ് ആയിപ്പോയി. വീഡിയോ എടുക്കുന്നത് ഹസ്ബൻഡ് ആയതുകൊണ്ട് ഞാൻ തന്നെ കേക്ക് കട്ട് ചെയ്തു, ഞാൻ തന്നെ കഴിച്ചു. പിന്നെ അന്ന് ഉച്ചക്കലത്തെ ഊണായിരുന്നു ഈ കാണിക്കുന്നത്. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷേ സർപ്രൈസായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ലഞ്ചാണ് ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ചട്ടിച്ചോറാണ് ഇത്. പിന്നെ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ഗ്രീൻലാൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഒരു ചട്ടിച്ചോറാണ് ഈ കാണുന്നത്. ഇറച്ചി ചട്ടിച്ചോറാണ് അത്. ചട്ടിച്ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചട്ടി ഇങ്ങനെ കൊടുത്തു വിടാൻ പറ്റാത്തതുകൊണ്ട് അവരിങ്ങനെ ഡിസ്പോസിബിൾ പാത്രത്തിൽ ഇതുപോലൊക്കെ ആക്കി തന്നു വിട്ടു. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും നല്ല കുശാലായിട്ട് ബർത്ത്ഡേ ആയിട്ട് പായസം കൂട്ടി തന്നെ ഞാൻ അന്ന് ഉച്ചക്കലത്തെ ലഞ്ച് നല്ലതായിട്ട് കഴിച്ചു. കേക്കും ലഞ്ചും ഒക്കെ അവിടെ നിൽക്കട്ടെ, എന്നാലും അതിനെക്കാട്ടിലുമൊക്കെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേര് ഇത്തവണ എന്നെ വിളിച്ചു, മെസ്സേജ് അയച്ചു, നേരിട്ട് വിഷസ് അറിയിച്ചു. അതൊക്കെ എനിക്ക് ഇത്തവണ ഒത്തിരി സ്പെഷ്യലായി. എൻ്റെ മോള് തന്നെയായിരുന്നു ആദ്യം എന്നെ വിഷ് ചെയ്തത്. അവൾ ഓസ്ട്രേലിയൻ ടൈം 12 മണി നോക്കിയിരുന്ന്, അവൾ ഉറങ്ങാതെ നോക്കിയിരുന്നിട്ട് എന്നെ ആദ്യം അവളായിരുന്നു വിഷ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് മെസ്സേജുകളും വിളിയും ഒക്കെ വന്നു തുടങ്ങി. പിന്നെ മോനെ കുറച്ച് ബിസിയായിരുന്നു, ചർച്ചിലെ കുറച്ച് കാര്യങ്ങളായിട്ട് അവൻ ബിസിയായിരുന്നു. എന്നാലും അവനും വിളിച്ച് ഇതിനോടകം എനിക്ക് വിഷ് ചെയ്തു. ഇതെല്ലാം എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ എടുത്ത് പറയാനാണെങ്കിൽ എല്ലാവരുടെയും പേര് പറയണം. സോറി, ഞാനത് എല്ലാവരുടെയും എടുത്ത് പറയുന്നില്ല. നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ഡാഡി മമ്മി ഉൾപ്പെടെ എല്ലാവരും എന്നെ വിളിച്ചു. ഒരുപാട് സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഈ ഒരു കുടുംബത്തിൽ പണ്ട് മുതലേ ഉള്ള ഒരു ആചാരമാണ്, ആരുടെ ബർത്ത്ഡേ വരുന്നോ അവർ ബർത്ത്ഡേ ട്രീറ്റ് നടത്തണം. അങ്ങനെ ഞങ്ങൾ ജുമേര പോയിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിത് കഴിഞ്ഞിട്ട് കണ്ടത്. ജുമേര ബീച്ചിൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫിഷ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫിഷിൻ്റെ കുറേ ഉണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റ്സ്. അതിൽ നമുക്ക് പോയിട്ട് ഇഷ്ടമുള്ള ഫിഷൊക്കെ ഇതുപോലൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്രില്ല് ചെയ്തും ഫ്രൈ ചെയ്തും ഒക്കെ കിട്ടും. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ആംബിയൻസാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ. എത്ര ആണെങ്കിലും നമുക്ക് മടുക്കത്തേ ഇല്ല. ഞങ്ങളിപ്പോൾ കുറേ തവണ പോയിട്ടുണ്ട്, എന്നാലും ഫ്രഷായിട്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത്. നല്ല രസമാണ് അതിൻ്റെ ചുറ്റുപാടും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ഞങ്ങളുടെ ഒരു പ്രധാന ഒരു പ്ലേസാണ് ഈ ഒരു. പ്രത്യേകിച്ച് നമ്മൾ തണുപ്പത്തൊക്കെ പോയിരിക്കുകയാണല്ലോ, പ്രത്യേക ഒരു വൈബാണ് അവിടെ. അങ്ങനെ പറഞ്ഞ് അൽഫന റെസ്റ്റോറൻറ്റിലെത്തി. ഞങ്ങൾ ഓർഡർ ചെയ്തത് നമ്മുടെ ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഫിഷായിട്ടുള്ള കാളാഞ്ചിയും അതുപോലെ തന്നെ ആവോലിയും പിന്നെ പ്രോൺസ് ഫ്രൈ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ കഴിക്കാൻ അവർ നമുക്ക് ചോറ് തരും. അതുപോലെ തന്നെ കുബൂസ് ഉണ്ട്, അതുപോലെ തന്നെ പൊറോട്ട, നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലൊക്കെ ഒരു ഗ്രേവി ഉണ്ട് കേട്ടോ, അവരുടെ ഫിഷ് ഗ്രേവി. അത് സൂപ്പറാണ്. ഞാൻ കഴിച്ചതാണ് ഈ കാണുന്നത്. ഒരു പൊറോട്ടയും അതുപോലെ തന്നെ കുറച്ച് ഫിഷും പിന്നെ പ്രോൺസും ഒക്കെ ആയിട്ട് ഞാൻ കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടുത്തെ കാഴ്ചകൾ അത്രയ്ക്ക് മനോഹരമായിരുന്നു. മുന്നിൽ കടൽ, ചാറ്റൽ മഴയിൽ നനഞ്ഞ് ആ സൗന്ദര്യം ആസ്വദിച്ച് കുറേ ദൂരം നമ്മൾ നടന്നു. അങ്ങനെ നനഞ്ഞ് നടന്ന് പാർക്കിങ്ങിലോട്ട് എത്തുമ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം, ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന്. പക്ഷേ അവിടെയൊന്നും ഒരു ഐസ്ക്രീം പാർലറും കണ്ടില്ല. അപ്പോൾ വീണ്ടും പ്ലാൻ ചേഞ്ച്. ഐസ്ക്രീം വേണ്ട, കേക്ക് മതി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആർട്ടിസിയൻ ബേക്കറിയിലോട്ട് എത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത് കേട്ടോ. എൻ്റെ പൊന്നോ, എന്തൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണെന്നറിയാമോ. മൊത്തം ഗ്രീനറി, ശരിക്കും ഒരു ഫോറസ്റ്റ് വൈബായിരുന്നു ഇവിടെ കിട്ടിയത്. അവിടുത്തെ ഈ ഇൻറ്റീരിയർ വർക്കും അതുപോലെ തന്നെ ചെടിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തും വീഡിയോ ഒക്കെ എടുത്ത് നിന്നപ്പോഴത്തേക്ക് ബ്രദർ കേക്കൊക്കെ ഓർഡർ ചെയ്തു. പല ഫ്ലേവറിലുള്ളതും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പല രുചികളിലുള്ള കേക്കും, അതും ഈ ഒരു വൈബിലൊക്കെ ഒന്ന് കഴിക്കണമെങ്കിലുണ്ടല്ലോ നമ്മളിവിടെ തന്നെ വരണം. കണ്ടു നോക്കൂ ഇവിടുത്തെ കേക്കിൻ്റെ വെറൈറ്റീസ്. നല്ല രുചിയായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ കൗണ്ടർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ ഒരു കൗണ്ടർ. എൻ്റെ പൊന്നോ, എല്ലാം ഫ്രഷാണ് കേട്ടോ, ഫ്രഷ് ഫ്ലവേഴ്സാണ്.
ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചിലപ്പോൾ ഈ ബർത്ത്ഡേ പാർട്ടിയോ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇതുപോലെ ഇതിനകത്തുനിന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് ഫ്ലവേഴ്സ് ബൊക്കെ ആയിട്ട് അവർ ഉണ്ടാക്കി കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്നത്. എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു, കണ്ടില്ലേ? എന്ത് രസമാണെന്നറിയാവോ? അതും കണ്ട് ഇങ്ങനെ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത കേക്കുകൾ പല പല ഫ്ലേവറായിട്ട് നമ്മുടെ മുന്നിൽ വന്നു. എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല, കാരണം കഴിച്ചതേ ഉള്ളൂ. ഒന്നിൻ്റെയും പേര് ഞാൻ നോക്കിയില്ല, അതിനുള്ള സാവകാശം കിട്ടിയില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇതെല്ലാം ഈ ഒരു 6 കേക്ക് കണ്ട് നമ്മൾ ഇതുപോലത്തെ കുട്ടി കേക്കുകൾ വാങ്ങിച്ചു. പിന്നെ കൂട്ടത്തിലൊരു ക്യാപ്പിച്ചിനോയും വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. എന്ത് രസമായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, നോക്കിക്കേ. സൂപ്പർബായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു ആർട്ടിസൻ ബേക്കറി. ഇതെല്ലാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അടുത്തൊരു സർപ്രൈസ്. ബ്രദറിൻ്റെ മക്കൾ 2 പേരുടെ കൂടെ എനിക്കൊരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ബൊക്കെ തന്നു. അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു ഇത് കേട്ടോ. സോ ക്യൂട്ട്. അങ്ങനെ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും പാർക്കിങ്ങിലോട്ട് നടക്കുവാണേ. ആ പാർക്കിങ്ങിലോട്ട് നടക്കുമ്പോൾ ഉള്ള ഒരു ഭംഗിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ചാറ്റൽ മഴ നനഞ്ഞുകൊണ്ട് വീണ്ടും ഒരു നടത്താം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര സന്തോഷകരമല്ല. എന്നാൽ കൂടെ അതിനിടയിൽ ഫാമിലിയായിട്ട് ഒത്തുകൂടിയത് അതൊരു വലിയ റിലീഫായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ ഇത്രയും സ്പെഷ്യലാക്കി തന്നതിന് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിലുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, ഇനിയും ഇതുപോലെ ഒരുപാട് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ ഇടവരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.